പോകുന്നത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ തൈ. ഇതിനൊരു 6 രൂപയ്ക്കേ വില വരത്തുള്ളൂ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെങ്ങ് പൊക്കിയെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ഹലോ ഡിയേഴ്സ്, വ്ളോഗ്സ് ബൈ ഹസി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയൊക്കെ തൈ എങ്ങനെ നടുന്നതെന്ന് നോക്കാം. അതിൻ്റെ സീഡ് പാകുമായിരുന്നെങ്കിൽ നമ്മൾ ഒരു 2 മാസം മുമ്പെയൊക്കെ ചെയ്യണമായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പോഴൊരു ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് ഇപ്പം നമുക്ക് കുറച്ച് വളർന്ന് കിട്ടണം. അപ്പോൾ സീഡ് പാകുവാണെങ്കിൽ അതിന് 1 മാസം 1.5 മാസമൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ തൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ആ തൈ ഇങ്ങനെ നടുന്നതെന്ന് നോക്കാം. അത് നടാനായിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ടേ ഈ സാധനമാണ്. കണ്ടോ? ഇത് നേഴ്സറി ബാഗാണ്, ഗ്രോ ബാഗല്ല. ഗ്രോ ബാഗിനെന്ന് വെച്ചാൽ ഈ ഒരു 14 സൈസിന് നമുക്കൊരു 18 രൂപ 20 രൂപയൊക്കെ വില വീഴും. ഇതിനൊരു 6 രൂപയ്ക്കേ വില വരത്തുള്ളൂ. അപ്പം ഇതായാലും ഗ്രോ ബാഗ് ആയാലും 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചീത്തയായി പോകും. 1 വർഷത്തേക്ക് മതിയില്ല നമുക്ക് ഈ ക്യാബേജൊക്കെ നടുന്നത്. അപ്പം നമുക്ക് നേഴ്സറി ബാഗിൻ്റെ ആവശ്യമുള്ളൂ. ഇത് സൈസ് 14 കണ്ടോ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മടക്കി നടുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ നോക്കിയിട്ട് ഇത് നമ്മൾ ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മടക്കണം. കാരണം ക്യാബേജിനും കോളിഫ്ലവറിനും ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ മടക്കി ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം. ഒരു 1/4 ഭാഗം മണ്ണിട്ട് കൊടുത്തിട്ട് നമുക്ക് തൈ നട്ട് കൊടുത്താൽ മതി. കണ്ട് രണ്ടാമത്തെ ലെയറും ഇങ്ങനെ മടക്കണം. ഇത്രയും മടക്കിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ട് ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ ആയില്ലേ? ഇതിനകത്തോട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. ഈ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തിപ്പം വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. വേപ്പിൻ പിണ്ണാക്കോ എല്ലുപൊടി അങ്ങനത്തെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇത് കരിയിലൊക്കെ പൊടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് മണ്ണ് എടുത്തുകൊണ്ട് വന്നതാണ്. ആ മണ്ണ് മാത്രം മതി. ഇപ്പം നല്ല ഫ്രീ ഫ്ലോ ആയിട്ടുള്ള മണ്ണ് വേണം, എന്നാലും ഇതിൻ്റെ വേര് പെട്ടെന്ന് ഓടത്തുള്ളൂ. കണ്ടോ? വേരോട്ടം ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് വളരത്തില്ല. അപ്പോൾ ഈ മണ്ണ് നമുക്ക് ഇതിനകത്തോട്ട് നിറച്ച് കൊടുക്കാം. ഒരു 1/4 ഭാഗം നിറച്ചാൽ മതി. കല്ലോ വേരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം. ഇത്രയും മതി. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഭാഗം ഇത്രയും മതി. വേരും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു കൊച്ചു കുഴി ഉണ്ടാക്കിയിട്ട് തൈ നട്ട് കൊടുക്കാം. അതുകൊണ്ട് റോട്ടറിക്കകത്ത് പാകി കിളിച്ച് വന്ന തൈ ചെയ്ത് കണ്ടോ? ഇതിനെ ഇളക്കിയെടുക്കാൻ വേണ്ടി രണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെങ്ങ് പൊക്കിയെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ വേരിന് ഒരു ക്ഷതവും ഇല്ലാതെ ഇതിങ്ങ് വന്നോളും. കണ്ടോ? ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് മണ്ണിടുക. അത്രയേ ഉള്ളൂ. കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇത് വളർന്ന് വരുന്തോറും നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം. കണ്ടോ? അത്രയും മതി. ഓക്കെ. ഇതിപ്പം നമ്മൾ നട്ടേക്കുന്നത് കോളിഫ്ലവറിൻ്റെ തൈയാണ്. കണ്ടോ? ഇതിൻ്റെ ഇല ഒരിച്ചിരി രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും, പക്ഷേ ഇതിൻ്റെ ഇല ഒരിച്ചിരി നീണ്ടിരിക്കുക. ഈ ക്യാബേജിൻ്റെ തൈയെന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെ, പക്ഷേ ഇരിച്ചിരി വളർന്ന തൈയായിപ്പോയി. ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് വെച്ചേക്കോ. ഇത് 2 തൈയുണ്ട്. കണ്ടോ? ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇളക്കി വെച്ചാൽ ഇതിൻ്റെ പേരനങ്ങുകയും ചെയ്യും. ശരിക്കും നമുക്ക് പ്രോട്ടോയ്ക്കകത്തുള്ള തൈയായിരുന്നു കിട്ടേണ്ടത്, അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇനി ഇതൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടോ? നോക്കി റൗണ്ടിലിരിക്കും, ഇത് കുറച്ച് നീളത്തിലിരിക്കും. കണ്ടോ? ഈ പരുവത്തിലുള്ള തൈ വെക്കുന്നതാണ് നമുക്ക് നല്ലത്. ഒരു 2 ദിവസം നമുക്ക് തണലത്ത് വെക്കണം. കാരണം പ്രോട്ടോയ്ക്കകത്തുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ വെയിലത്തോട്ട് വെച്ചാൽ ചെടിക്ക് ഒരു വാട്ടമായിരിക്കും. അതുകൊണ്ട് ഇത് 2 ദിവസം തണലത്ത് വെച്ചിട്ട് പിന്നെ നല്ല വെയിലുള്ള ഭാഗത്തോട്ട് ഇത് കൊണ്ടുവെക്കണം. നോക്കിയേ, നമ്മുടെ തൈകളൊക്കെ വെയിലത്തോട്ട് കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായി. ഇനി ഇത് പെട്ടെന്ന് വളർന്നോളും. അപ്പോൾ ഇത് വളരുന്നതനുസരിച്ച് ഇതിന് നമ്മൾ വളക്കൂറുള്ള മണ്ണ് കൂട്ടി കൊടുക്കണം. പിന്നെ ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസർ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ദിവസവും നോക്കണം, ഇലയിൽ എന്തെങ്കിലും പുഴു വന്നിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോണം. ഇത് പെട്ടെന്ന് തന്നെ വളർന്നോളും. ഇതിനൊക്കെ ഞാൻ ചീമക്കൊന്നയുടെ ഇലയിട്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മണ്ണിലോട്ട് നമ്മൾ സൂര്യപ്രകാശം നേരിട്ട് അടിക്കത്തില്ല. അപ്പോൾ ചെടി പെട്ടെന്നൊന്നും വാടത്തില്ല. നല്ല വെയിലുള്ളിടത്തല്ലേ വെച്ചേക്കുന്നത്. അപ്പം ചെടിക്ക് പെട്ടെന്ന് വാട്ടം വരത്തില്ല. കണ്ടോ? എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.